നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ ഗവൺമെന്റ് VHSSലെ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കരുതലിൽ വീടൊരുങ്ങി. കടയ്ക്കലിലെ സ്വർണ്ണ വ്യാപാരി പള്ളിയമ്പലം ജയചന്ദ്രൻ പിള്ള നൽകിയ സ്ഥലത്താണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കൂട്ടായ്മ വീട് നിർമ്മിച്ചത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിന്റെ താക്കോൽ ദാനം നടത്തും. കാരുണ്യത്തിന്റെ കനിവിൽ വിദ്യാർത്ഥികൾക്ക് വീടൊരുങ്ങുന്നു. കടയ്ക്കലിൽ വ്യാപാരി സൗജന്യമായി നൽകിയ വസ്തുവിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. കടയ്ക്കൽ ഗവൺമെന്റ് VHSSലെ വിദ്യാർത്ഥികൾക്കാണ് ഈശ്വരനിലയം എന്ന വീട് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിയുടെ വിജയത്തിൽ അനുമോദനം അറിയിക്കുവാൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ T. വിജയകുമാറും അധ്യാപകരും വീട്ടിലെത്തിയപ്പോഴാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് വിദ്യാർത്ഥിയും സഹോദരിയും അമ്മയും കഴിയുന്നതെന്ന് അറിയുന്നത്. ഇവരുടെ അച്ഛൻ ഹൃദയാഘാതം വന്ന് മരിച്ചു. അന്നു മുതൽ ഹോട്ടലിൽ ജോലിക്ക് പോയാണ് അമ്മ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവർ താമസിച്ചിരുന്ന വീട് നിശേഷം തകർന്ന നിലയിലായിരുന്നു. വസ്തു സംബന്ധിച്ചുള്ള തർക്കം ഉള്ളതിനാൽ സ്വന്തമെന്ന് പറയാനും കഴിഞ്ഞിരുന്നില്ല. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ കടയ്ക്കലിലെ സ്വർണ്ണ വ്യാപാരി അഡ്വക്കേറ്റ് പള്ളിയമ്പലം ജയചന്ദ്രൻ പിള്ള കടയ്ക്കൽ കോട്ടപ്പുറത്ത് വിലയ്ക്ക് വാങ്ങിയ വസ്തുവിൽ നിന്നും 8 സെന്റ് വസ്തു ഇവർക്ക് സൗജന്യമായി നൽകുകയായിരുന്നു. തുടർന്ന് വസ്തുവിൽ വീട് നിർമ്മിച്ചു നൽകുവാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കൂട്ടായ്മ തയ്യാറായി. 2021 രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയത്താണ് മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങള് ഒരു വീട് വെച്ച് കൊടുക്കണം, സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും 21 ജൂലൈ മുതൽ ഞങ്ങളെ ശമ്പളത്തിൽ നിന്നുള്ള ചെറിയ തുക സെക്യൂരിറ്റി സ്റ്റാഫും മുഖ്യമന്ത്രിയുടെ PAയും ഇതിന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തുക സംഭരിച്ച് സെക്രട്ടേറിയറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വീട് വയ്ക്കാനുള്ള സമയം, ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഭദ്രമായപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കടയ്ക്കൽ ഇങ്ങനെ 2 കുട്ടികൾ, നല്ല വിദ്യാഭ്യാസമുള്ള 2 കുട്ടികൾ, പഠനത്തിൽ മിടുക്കരായ 2 കുട്ടികൾ ഇങ്ങനെ നിർധനമായി ഒരു ദയനീയമായ സ്ഥിതിയിലാണെന്ന് അറിഞ്ഞത്. തുടർന്ന് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണെന്ന് മനസ്സിലായി. വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പള്ളിയമ്പലം ജ്വല്ലറിയുടെ ജയചന്ദ്രൻ സാറ് ഇവർക്ക് 8 സെന്റ് വസ്തു കൊടുക്കുകയും പിന്നീട് എല്ലാം ദ്രുതഗതിയിലായിരുന്നു. സെപ്റ്റംബർ 13-ാം തീയതി കല്ലിടുകയും ഡിസംബർ 23-ന് നമ്മളിത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന തുകയാണ് വീടിന് വേണ്ടി ചെലവഴിക്കുന്നത്. വീട് കൈമാറ്റത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എത്തും. എന്റെ പേര് ആര്യാസെ, കടയ്ക്കൽ GVHSലെ +1 വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ SSLC എക്സാമിന് എനിക്ക് ഫുൾ A+ വാങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ ഞാൻ വളരുന്ന സാഹചര്യമൊക്കെ കണ്ട് എന്റെ സ്കൂളിലെ PTയും അധ്യാപകരോട് ചേർന്ന് എനിക്കൊരു വീട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങി. അപ്പോഴാണ് പള്ളിയമ്പലം ജ്വല്ലേഴ്സിലെ ഓണർ ജയചന്ദ്രൻ സാറ് 4 സെന്റ് ചോദിച്ചപ്പോൾ എനിക്ക് 8.5 സെന്റ് സാറ് തന്നു വീട് വെക്കാൻ. അതില് ഹോം മിനിസ്റ്ററിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്ന് എനിക്കൊരു നല്ലൊരു വീട് വെച്ചു തന്നു. നാളെയാണ് പാലുകാച്ച്. ഒരുപാട് നന്ദിയുണ്ട്. തങ്ങളുടെ ജീവിതത്തിന് കരുതൽ നൽകിയ വ്യാപാരിയോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയും സ്നേഹവും ഉണ്ടെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു. ട്രൂത്ത് വിഷൻ ന്യൂസ്, കടയ്ക്കൽ.